അമേരിക്കയിൽ നിലവിൽ വന്ന ഷട്ട്ഡൌൺ ഇപ്പോഴും തുടരുകയാണ്. ഷട്ട്ഡൌൺ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. ഡെമോക്രാറ്റിക് ചായ്വുള്ള സംസ്ഥാനങ്ങൾക്കുള്ള തുകയും മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. അതോടൊപ്പം രാജ്യത്ത് അടച്ചുപൂട്ടൽ തുടരേണ്ടി വരുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും അറിയിച്ചു. രാജ്യത്ത് അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതോടെ 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ആശങ്കയിലായിരിക്കുകയാണ്. 3 ലക്ഷത്തോളം പേരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഇന്ന് പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം ഇന്ന് സെനറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഹ്രസ്വകാല ധനവിനിയോഗ ബില്ല് ഡെമോക്രാറ്റുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഷട്ട്ഡൌൺ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതിയായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടക്കുന്നത്. അമേരിക്ക ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന കാര്യം നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നില്ല. ഇതിനുശേഷം ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. ഇതിനുശേഷം സെനറ്റിൽ ഒരു താൽക്കാലിക ബില്ല് അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാതെ ഇതും പിരിയുകയായിരുന്നു. ഇതോടെ ഒരു അടച്ചുപൂട്ടൽ ഉണ്ടായേക്കുമെന്ന സൂചന നൽകി ട്രംപ് രംഗത്തെത്തി. ചർച്ചകളിൽ ഡെമോക്രാറ്റുകൾ സാഹസികത കാണിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അടച്ചുപൂട്ടൽ പ്രാബല്യത്തിൽ വന്നത്. സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1981 ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന 15ാമത്തെ ഷട്ട്ഡൌൺ ആണിത്.